ഹലോ ഗൈസ്. അപ്പൊ ഇന്ന് 2 സ്ഥലത്തേക്കുള്ള ട്രിപ്പ് പോവാൻ പോവാണ്. ഒന്നാമത്തെ സ്ഥലം അരുവിക്കുഴി വ്യൂ പോയിന്റ്. ആദ്യം അങ്ങോട്ടാണ്. അടുത്തത് എങ്ങോട്ടാന്ന് പുറകേ പറയാട്ടോ. അപ്പൊ ഇന്നത്തെ ട്രിപ്പിൽ എൻ്റെ ഫാമിലിയാണ് മുഴുവനുള്ളത്. ചേച്ചി, ചേട്ടൻ, പിള്ളേര്, ചേട്ടായി, എൻ്റെ അമ്മ, പിന്നെ ചേട്ടായുടെ അനിയനും ഉണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ചെറിയൊരു വണ്ടി എടുത്ത് പോവാണ് കേട്ടോ. പോണ വഴി ഞങ്ങൾ ആദ്യം നിർത്തിയത് ഇവിടെയാണ്. നിറച്ചും കാപ്പി പൂത്ത് നിൽക്കുവാണ് കേട്ടോ. അപ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങിയതാണ്. 5 മിനിറ്റ് നിന്നില്ല കേട്ടോ. വണ്ടിയിലുള്ളവർ ഞങ്ങൾ ഓടിച്ചേ. അപ്പം പിന്നെ ആ വഴി കയറി ഞങ്ങൾ കമ്പംമെട്ട് റൂട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേനുണ്ടല്ലോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, നന്നായിട്ട് മഞ്ഞ് നിൽക്കുന്ന കാണും. നമ്മൾ ഈ പച്ച പുതച്ച പുൽപ്പാടം എന്നൊക്കെ പറയില്ല, അതുപോലെ അതിൻ്റെ മണ്ടയിൽ മഞ്ഞ് നല്ല വിരിച്ച് കിടക്കുമായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടുത്തെ പ്രത്യേകതകൾ എന്നുണ്ടോ, സൈഡിൽ കൂടെ ചെമ്പരത്തി നട്ട് വെച്ചേക്കുന്നത്, അത് പൂ ഇട്ട് നിൽക്കുന്നതാണ്. അടിപൊളിയല്ലേ. ഒരുപാട് നാളത്തിന് ശേഷമുള്ള ട്രിപ്പ് ആയതുകൊണ്ട് മക്കളും ഒരുപാട് എൻജോയ് ചെയ്തുകൊണ്ട് അവളുടെ മുഖം കാണുമ്പോൾ മനസ്സിലായില്ലേ. പോണ വഴി ഞങ്ങൾ കണ്ടൊരു കണ്ടമാണ്, നല്ല രസമാണ് കണ്ടു. കാരണം നമുക്ക് നേരിട്ട് കാണുമ്പോൾ അറിയാം എത്രമാത്രം ഭംഗിയാന്ന്. അപ്പം അതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പൊ എവിടെ പോയാലും കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയല്ലേ വാഗപ്പൂ പൂത്ത് നിൽക്കുന്ന. എന്നാ രസല്ലേ. ആ രസമെല്ലാം കണ്ട് ഞങ്ങൾ സത്യം പറഞ്ഞാൽ പോയി കയറിയത് ഗ്യാസ് ഒരു കാട്ടിനകത്തേക്കാ. നൈസായിട്ട് വഴി തെറ്റിപ്പോയി. വഴി പറഞ്ഞു തന്നെ ആള് നൈസായിട്ട് സ്ഥലം മാറിപ്പോയി. കാരണം ഇടത്തോട്ട് പറയണം, ഞങ്ങൾ ചോദിച്ചാണ് മൊത്തം പോയത്. പക്ഷെ ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയിട്ടോ, അതാണ് സത്യം. ഇതാണ് ശരിക്കും കാണാൻ പോയ വ്യൂ പോയിന്റ്. സ്ഥലം ഇതല്ല, കാണാൻ പോയ കാഴ്ചകൾ ഇതൊക്കെ തന്നെ. അപ്പം പിന്നെ ഞങ്ങൾ അവിടെ ഞങ്ങൾ പോയ വഴി തന്നെ അത്യാവശ്യം നല്ല റിസോർട്ടുള്ള മേഖലകളായിരുന്നു കേട്ടോ. അവിടെ ഉള്ളവരോടൊക്കെ ചോദിച്ചപ്പം പലർക്കും അങ്ങനെ ഒരു വ്യൂ പോയിന്റ്, ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അറിയില്ല കേട്ടോ. ഞങ്ങൾ ഈ റൂട്ട് നേരെ പോയി ഇപ്പത്തു എന്നാണ് അവര് അങ്ങ് എത്തിയപ്പോഴാണ് അതൊരു ഉൾക്കാട് പോലുള്ള മേഖലയാണെന്ന് അറിഞ്ഞത് കേട്ടോ. അപ്പൊ ഞങ്ങൾ പിന്നെ തിരിച്ചു പോകുന്നു. അവിടെ നിന്നിട്ട് കാര്യമില്ല, ഇനി വല്ല ആനക്കാടാണോ എന്ന് അറിയില്ലല്ലോ, ഞങ്ങൾക്ക് തെറ്റ് പറ്റിയതാണോ അല്ലയോ എന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടാ. അപ്പൊ തന്നെ ചേച്ചിയുടെ കൊച്ചു വന്നിട്ട് പറഞ്ഞു, ആന്റി തിരിച്ചു വിട്ടോ, റൂട്ട് മാറിപ്പോയെന്നേ. പിന്നെ ഞങ്ങൾ തിരിച്ച് ആ വണ്ടി കയറി ചോദിച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് പോവാന്ന് തന്നെ വിചാരിച്ചു കേട്ടോ. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോവാണ്. വണ്ടി അവിടുന്ന് പയ്യെ പുറകീന്ന് എടുത്തോണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ വണ്ടി കയറി കഴിഞ്ഞപ്പോ വഴി പറഞ്ഞ ആളെ കളിയാക്കിക്കൊണ്ട് പോവാണ്. ഇതാണ് ശരിക്കുള്ള സ്ഥലം കേട്ടോ, അരുവിക്കുഴി വ്യൂ പോയിന്റ്. അതിലിറങ്ങുന്ന സ്ഥലത്തും ഫസ്റ്റ് കാണുന്നത് വാഗ പൂത്ത് കിടക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്, ഒന്നും പറയാൻ പറ്റില്ല. ഇതാണ് ശരിക്കുള്ള വ്യൂ പോയിന്റ് കേട്ടോ. ആ സൈഡിൽ കൂടെ മുഴുവൻ കണ്ടോ. അവിടെ ആ ഒരു അവിടെ റിസോർട്ട് കൂടിയാണ്. റിസോർട്ടിന്റെ ഭംഗി എന്ന് പറയുന്നത് അതുപോലെ പൂക്കളെല്ലാം അവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. അതുപോലെ പൂക്കള് അടിപൊളിയായിരുന്നു. പക്ഷെ ഒറ്റ കാര്യം സംഭവിച്ച, അവിടെ മഴ സമയം അല്ലാത്തത് കൊണ്ട് വെള്ളം, അവിടെ നല്ല വാട്ടർഫോൾ ഉള്ള ഏരിയയാണ് മഴക്കാലത്ത്. പക്ഷെ അവിടെ മുഴുവൻ വറ്റി വരണ്ട് കിടക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അത് കാണാൻ പറ്റിയില്ല കേട്ടോ. പക്ഷെ ഇഷ്ടംപോലെ പൂക്കളുടെ കാഴ്ച നല്ല അടിപൊളിയായിരുന്നു. അതൊന്നും നമുക്കൊന്നും പറയാനില്ല കേട്ടോ. അതിന്റെ ഇടയിൽ കൂടെ ഞാൻ ഓടിപ്പോയിട്ട് വരാമെന്നും പറഞ്ഞ് ഓടിപ്പോയതാണേ. അപ്പം എനിക്ക് ആ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്കൊരു ഫാമിലി ആയിട്ട് പോകുമ്പം 2 ദിവസം സ്റ്റേ ചെയ്തിട്ടൊക്കെ നിൽക്കാൻ പറ്റിയ ഏരിയ ആണ് കേട്ടോ. ഇതാണ് ശരിക്കുള്ള ഞങ്ങൾ കാണാൻ വന്ന വ്യൂ പോയിന്റ്. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ അനുവാദമില്ല. കാരണം അവിടെ അവർ ഗ്രില്ല് വെച്ച് അടച്ചിട്ടുണ്ട്. കാരണം അത് നല്ല അപകടാവസ്ഥയിലുള്ള സ്ഥലമാണ് കേട്ടോ. അപകടം എന്ന് പറഞ്ഞാൽ നല്ല ഡേഞ്ചർ ഏരിയ ആണ്. നമുക്ക് അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. അത് നല്ല സേഫ്റ്റി ആയിട്ട് തന്നെ അങ്ങോട്ട് ആർക്കും കടന്നു പോകാൻ പറ്റില്ല. അത്രമാത്രം സേഫ്റ്റിക്ക് തന്നെയാണ് അവരത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതാണ് ഈ കാണുന്ന തമിഴ്നാടൻ മേഖല. താഴേക്കാണ്. നല്ല വെയിലും നല്ലൊരു അന്തരീക്ഷത്തിൽ പോയാൽ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ്. റിലാക്സ് ആകാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ് കേട്ടോ അത്. അതിന്റെ എതിർവശത്തായിട്ട് തന്നെ നമുക്ക് ഊഞ്ഞാലാടാനുള്ള അവസരങ്ങളും, ഈ പാലം കടന്ന് അപ്പുറേ പോയാൽ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ മുന്നോട്ട് പുരോഗമനങ്ങൾ അവിടെ ഉണ്ടാവും ട്ടോ. തീർച്ചയായിട്ടും നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയ നല്ല എന്താ പറയാ, നന്നായിട്ട് വന്ന് തണലത്ത് വന്ന് സ്വസ്ഥായിട്ട് ഇരുന്ന് വർത്താനൊക്കെ പറയാൻ
പറ്റിയ സ്ഥലങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. നല്ല ഏരിയ ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പട്ടണങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ഭയങ്കര സ്വർഗ്ഗമാണ് കേട്ടോ. ഒരു വൈകുന്നേര സമയങ്ങൾ ആ റിസോർട്ടിൽ ഒന്ന് സ്റ്റേ ചെയ്ത് അവിടെ ഇരുന്ന് എന്നില്ല സ്റ്റേ ചെയ്യണമെന്നില്ല. ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഒന്ന് കറങ്ങി പോകാൻ പറ്റിയ ഏരിയ തന്നെയാട്ടോ. ശാന്തമായ സ്ഥലം തന്നെയാണ്. ഇതാണ് കേട്ടോ ആ റിസോർട്ട്. ചെറിയൊരു റിസോർട്ടാണ് കേട്ടോ. അതിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ എനിക്ക് സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അടിപൊളിയായിരുന്നു കേട്ടോ. ഈ സൈഡിൽ കാണുന്നതാണ് ഇവിടാണ് ഈ വെള്ളം ഒഴുകി താഴേക്ക് ഒഴുകുന്ന സ്ഥലം കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ അപ്പടി വരണ്ട് കിടക്കുമായിരുന്നു. അതുകൊണ്ട് അവിടെ ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെ ഞാൻ തിരിച്ചു പോവാണ് കേട്ടോ. അടുത്ത സ്ഥലം തേടി തിരിച്ചു പോവാണ്. ഇനിയുള്ള മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കട്ടപ്പന സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ കാണുന്നൊരു കടയാണ്. പൂരിക്കടയാണ്. ഫേമസ് കടയാണ്. ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. നിന്ന് ഫുഡ് കഴിക്കണം. പക്ഷെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾ ഓർഡർ ചെയ്തത് ബിരിയാണി ആയിരുന്നു. പിന്നെ പൂരിയാന്ന് തോന്നുന്നു അവിടുത്തെ മെയിൻ ഫുഡ് കേട്ടോ. പൂരിയും പെറോട്ടും എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ. ഒന്നും പറയാൻ പറ്റില്ല. നല്ല നീറ്റ് ആയിട്ടുള്ള കട തന്നെയാണ്. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവിടുന്ന് ഫുഡ് മേടിച്ച് കഴിച്ചു. കാരണം രാവിലെ ഒന്നും കഴിക്കാതെ പോയ പിള്ളേരെല്ലാം അപ്പടി നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കട്ടപ്പനെ വന്നിട്ട് കഴിക്കാം എന്നുള്ള ഒരു ചിന്തയിൽ വന്ന മോന് ആഹ് ഇഡലിയാണ് വെച്ചത്. ഇഡലി, വട, ബിരിയാണി എ ടു ഇസഡ് സാധനങ്ങളുണ്ട് ട്ടോ. പൂരി എല്ലാം ഉണ്ട്. മെയിൻ അവിടുത്തെ പൂരിയാന്ന് തോന്നുന്നു ട്ടോ. പൂരിക്കടയെന്നാണ് എന്നോട് പറഞ്ഞത്. ആയിരിക്കും. നല്ല അടിപൊളി ഫുഡായിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നീറ്റ് ആയിട്ടുള്ള ഫുഡായിരുന്നു. എന്തായാലും ഞങ്ങളെല്ലാരും ഫുഡെല്ലാം കഴിച്ചു. അടുത്ത സ്ഥലം തേടിയുള്ള പോക്കാണ് കേട്ടോ. അടുത്തത് ഞങ്ങള് പോകുന്നത് അയ്യപ്പൻ കോവിലിലേക്കാണ്. അവിടെ ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. അങ്ങോട്ടാണ് ട്ടോ. നല്ല അടിപൊളി സ്ഥലാന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് ടൈം ആണ് പോകുന്നത് ട്ടോ. ആട്ടിയാട്ടാണ് ആട്ടുപാലത്തിൽ കേറണം. ഇത് കണ്ടപ്പം വലിയ ആട്ടലും കാര്യങ്ങളും ഒന്നും പ്രതീക്ഷിച്ചില്ല സത്യം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ട്ടോ. പക്ഷെ മഴക്കാലത്ത് ഇവിടെ മുഴുവനും വെള്ളാണ്. ആ പാലത്തിനൊപ്പം വെള്ളം ഉണ്ടെന്നൊക്കെയാണ് ട്ടോ ആൾക്കാര് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പല വീഡിയോസിലും അങ്ങനെയാണ് കേട്ടോ കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ പോയ സമയത്ത് വെള്ളവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ മഴക്കാലത്തല്ലല്ലോ പോണത്. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ ഉള്ള ഒരു മേഖലയും കൂടിയാണ് കേട്ടോ. കാരണം ഈ പാലം മഴക്കാലത്ത് അവിടെയുള്ള താമസിക്കുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനുള്ള ഒരു മാർഗമായിട്ടാണ് പാലം സ്ഥിതി ചെയ്തിരിക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. ഇത് നോക്കുവാണെങ്കിൽ ഒരുപാട് ചരിത്രങ്ങളുള്ള പാലം തന്നെയാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരുപാട് കഥകളുണ്ട് കേട്ടോ. ഈ കാണുന്ന ഏരിയയിലൊക്കെ അത്രമാത്രം വെള്ളം ഉയരുന്ന മേഖല തന്നെയാണ് കേട്ടോ. ഈ കാടെല്ലാം മൂടി പോകുന്ന പോലെ വെള്ളം മഴക്കാലത്ത് ഉണ്ടാവുന്നതാണ്. ഒരുപാട് കഥകളുണ്ട് ട്ടോ. സത്യം പറഞ്ഞാ കേറിയപ്പം വലിയ ആട്ടം എനിക്ക് ഫീൽ ചെയ്തില്ല. കറക്റ്റ് ഇതിന്റെ പാലത്തിന്റെ നടുക്ക് വന്നപ്പത്തേനും ഭയങ്കരായിട്ട് ആടാൻ തുടങ്ങി ട്ടോ. ശരിക്കും പറഞ്ഞാ ഞാൻ ശരിക്കും പേടിച്ചു പോയി. പകുതിക്കിട്ട് തിരിച്ചിറങ്ങിയാലോ എന്ന് ആലോചിച്ചപ്പോ ഇവരെന്ത് എന്നെ ഇറക്കി വിടില്ല ട്ടോ. അത്രമാത്രം ആട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഈ പാലത്തിൽ ഒരുമിച്ച് 25 പേരൊക്കെ കേറാൻ പാടുള്ളൂന്നൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നൂന്ന് ഇറങ്ങി കഴിഞ്ഞപ്പളാണ് ട്ടോ ശരിക്കും മനസ്സിലായത്. പിള്ളേരെല്ലാം ഒരു കൂസലും ഇല്ലാതെയാണ് പോയത് ട്ടോ. കണ്ടോ എന്റെ ആങ്ങളെയാണ് ഈ കാണിക്കുന്ന ഷോ മുഴുവൻ കാണിക്കുന്നത്. കാരണം ഇവർക്കൊന്നും പേടിയില്ല. പക്ഷേ എനിക്ക് നല്ല പേടിയായിരുന്നു ട്ടോ. നല്ല പേടിന്ന് പറഞ്ഞാ ഭയങ്കര പേടിയായിരുന്നു. ഇവരൊക്കെ കൂളായിട്ടാണ് നിക്കണത്. കാരണം നടുക്ക് വന്നപ്പത്തേനും ഭയങ്കരാട്ടം. ഞാൻ പറഞ്ഞ ആട്ടല്ലേന്ന് പറഞ്ഞു നിന്നു ട്ടോ. പിള്ളേർക്കൊക്കെ ഒരു പേടിയില്ലായിരുന്നു. ആ പേടി മര്യാദയ്ക്ക് ഐസ്ക്രീം വരെ കഴിച്ചോണ്ട് വന്ന ഞാൻ ഈ ആട്ടം കാരണം ഫോൺ പിടിക്കണോ, കൈ പിടിക്കണോ എന്നറിയാത്ത അവസ്ഥയില് ഐസ്ക്രീം ചേട്ടായിയുടെ കയ്യിലേക്ക് കൊടുത്തേ. നല്ല ആട്ടമായിരുന്നു ട്ടോ. ഇറങ്ങി കഴിഞ്ഞപ്പോ പിന്നെ ആ നാട്ടുകാരനാന്ന് തോന്നുന്നു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, "പേടിക്കണ്ട ഇവിടെ പിന്നെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന ഏരിയ ആണ്. അതിന് പെട്ടെന്നൊന്നും പൊട്ടിപ്പോയില്ലാന്നൊക്കെ പറഞ്ഞു. എന്നാലും അവരവരുടെ വിശ്വാസം നമുക്ക് ഇതൊന്നും വലിയ എക്സ്പീരിയൻസ് ഉള്ള കാര്യമല്ലല്ലോ. ഈ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് കേറുന്നതൊക്കെ ട്ടോ. പക്ഷെ നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ വലിയ ഹൈറ്റ് ഫീൽ ചെയ്യില്ല. പക്ഷെ മണ്ടേ കേറി നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഹൈറ്റ് ആണ് ട്ടോ. നല്ല ഹൈറ്റ് തന്നെയാണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും അവിടെയെല്ലാം ഇറങ്ങി. അവിടെ ഈ ഏരിയ മുഴുവൻ നന്നായിട്ട് വെള്ളം വരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ആ നാട്ടുകാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കേറി പോകാൻ എളുപ്പത്തിനാണ് പാലം പണിതേക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് ശരിക്കറിയില്ല. പക്ഷെ ഇഷ്ടംപോലെ ആൾക്കാരവിടെ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു ട്ടോ. ഈ ചേട്ടൻ മാത്രല്ല, ഈ പുഴയുടെ അങ്ങേ അറ്റത്തേക്ക് ഒരുപാട് പേര് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു ട്ടോ. എനിക്ക് അപ്പൊ വലിയ വാർത്തയൊക്കെ ആയിരുന്നു. അത് ഈ മേഖല തന്നെയാണെന്നാണ് ട്ടോ പറഞ്ഞു കേട്ടത്. എന്തായാലും സ്ഥലമൊക്കെ സൂപ്പറായിരുന്നു. അവിടുത്തെ യാത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങള് തിരിച്ച് ഇത്തവണത്തെ ഞങ്ങള് ചെറിയൊരു ട്രിപ്പ് നിർത്തി ഞങ്ങള് തിരിച്ചു പോവാണ്. അവിടുത്തെ ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല. ആ മേഖല ഭയങ്കര പേടിയായിരുന്നു. എന്റെ പൊക്കത്തുനിന്ന് വീഡിയോസ് ഒക്കെ എടുക്കണമെന്ന് വല്ല വലിയ